ഐറിസ് ദേന മുക്കിയത് ക്രൂരമായ യുദ്ധക്കുറ്റം. ശ്രീലങ്കയിലെ ഗാലി തീരത്തിന് സമീപം ഇറാന്റെ യുദ്ധക്കപ്പലായ ഐറിസ് ദേന അമേരിക്കൻ അന്തർവാഹിനി മുക്കിയ സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതൊരു യുദ്ധക്കുറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി ആരോപിച്ചു. മാർച്ച് 4-നായിരുന്നു ഈ ആക്രമണം നടന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ക്ഷണപ്രകാരം സംയുക്ത നാവികാഭ്യാസത്തിനായി എത്തിയതായിരുന്നു ഐറിസ് ദേന. ഗാലെ തീരത്തു നിന്ന് ഏകദേശം 20 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് അമേരിക്കൻ അന്തർവാഹിനിയിൽ നിന്നും ടോർപിഡോ ആക്രമണത്തിലാണ് കപ്പൽ മുങ്ങിയത്. കപ്പലിൽ ഉണ്ടായിരുന്ന 180 ജീവനക്കാരിൽ 87 നാവികർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക വിവരം. അമേരിക്കയുടെ നടപടി ജനീവ കൺവെൻഷന്റെ ലംഘനമാണെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട നാവികരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. UN പൊതുസഭയുടെ 3314 പ്രമേയപ്രകാരം ഇതൊരു നഗ്നമായ കടന്നാക്രമണമാണെന്ന് ഇസ്മായിൽ ബഖായി എക്സിൽ കുറിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ നാവികസേന INS തരങ്കിനി, INS ഇക്ഷക് എന്നീ കപ്പലുകളും P-8I നിരീക്ഷണ വിമാനങ്ങളും അയച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഇതോടെ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ഇതിന് തിരിച്ചടിയായി സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വ്യക്തമാക്കി. കപ്പലിലെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും സംഭവത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാൻ-ഇസ്രായേൽ യുദ്ധം 12-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഇറാന്റെ ആകാശ പരിധിയിലും സമുദ്രമേഖലയിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ശക്തമായ ആക്രമണമാണ് നടത്തിയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാന മേഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം. സഖ്യകക്ഷികളുടെ ആക്രമണത്തിന് മിസൈലുകളിലൂടെയാണ് ഇറാൻ മറുപടി നൽകുന്നത്. സെൻട്രൽ ഇസ്രായേലിലേക്ക് മിസൈലുകൾ പായുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൂടാതെ ബഹ്റൈനിലെയും ഇറാഖി കുർദിസ്ഥാനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വിപ്ലവ ഗാർഡ് ശക്തമായ ആക്രമണം നടത്തിയെന്ന് ഇറാനി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. തങ്ങളുടെ പടക്കപ്പൽ മുക്കിയതിൽ അമേരിക്കയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. രക്ഷാപ്രവർത്തനം പോലും തടസ്സപ്പെടുത്തിയ അമേരിക്കയുടെ നടപടി നാസികളേക്കാൾ ക്രൂരമാണെന്നും ഇറാൻ ആരോപിച്ചു. യുദ്ധം കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിർണായക പ്രഖ്യാപനവും നടത്തി. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ നേരിടാൻ യുക്രൈൻ സേന എത്തുമെന്നും സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.